നമസ്കാരം, ഞാൻ മംഗലം സഞ്ജയൻ ഹരിപ്പാട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ വന്ന ഒരു ചോദ്യമുണ്ട്. അത് കമൻറ്റ് ഇട്ടിരുന്നതാണ്. 1/4/1978 4 AM ജനിച്ച ഒരാളിൻ്റെ ഗ്രഹനിലയാണത്. പൂരാടം നക്ഷത്രം. അതിൽ ഗ്രഹനിലയിൽ 2ാം ഭാവത്തിൽ മീനം രാശിയിൽ സൂര്യകേതു യോഗം ഉണ്ട്. അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഗ്രഹനില ഞാൻ എഴുതിയെടുത്തു, അത് എൻ്റെ മുമ്പിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സൂര്യകേതു യോഗത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് പലതും ബന്ധിപ്പിച്ച് പറയേണ്ടതായിട്ടുണ്ട്. സൂര്യകേതു ഇതിൻ്റെ ഒറ്റ പ്രധാന ഫലം എന്ന് പറഞ്ഞാൽ സൂര്യകേതു യോഗം 2ാം ഭാവത്തിൽ മീനം രാശിയിൽ വന്നിരിക്കുന്നു. കുംഭം ലഗ്നമാണ്. അഷ്ടമത്തിലേക്ക് രാഹു ഉണ്ട്. രാഹു നിൽക്കുന്ന രാശിയുടെ അധിപൻ ശുക്രനോടൊപ്പം 3ാം ഭാവത്തിലുണ്ട്. മീനം രാശിയുടെ അധിപനാകുന്ന വ്യാഴം മിഥുനം രാശിയിൽ നിൽപ്പുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ഇത് ആദിത്യ കേതു യോഗം, സൂര്യകേതു യോഗത്തിന്റെ ഫലം അനന്തമായ ആത്മീയ വാസന ഉള്ളിൽ ഉറങ്ങുന്ന ഒരാളാണ് എന്ന്. ഭജന, ഭക്തി, ഇഷ്ടദേവതോപാസന, ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെക്കാളൊക്കെ ഉപരി സൂപ്പർ കോൺഷ്യസിലേക്കുള്ള ഒരു വഴി തുറന്നിരിക്കുന്ന ദാർശനിക തലത്തിലേക്ക് ഉയർന്നിരിക്കുന്ന ആളിൻ്റെ ഫലമെന്നാണ്. അതാണ് യഥാർത്ഥ ആത്മീയത. ദർശന സാമർഥ്യം വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാളിൻ്റെ ഫലമാണ്. പക്ഷേ അത് ഈ ജന്മത്തിൽ അത്രമാത്രം ഉപയോഗപ്രദമാവുകയില്ല എന്നാണ് കാണുന്നത്. കഴിഞ്ഞ ജന്മത്തെ അപേക്ഷിച്ച് പൂർവ്വജന്മഫലം ആദിത്യ കേതു യോഗം, അതിൻ്റെ 7ാമിടത്തേക്ക് നിൽക്കുന്ന രാഹു, ഇവയെ കൊണ്ട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പൂർവ്വജന്മത്തിലെ ഫലം പറയുമ്പോൾ ഇതൊരു സിദ്ധ വ്യക്തിയായിരുന്നു എന്ന് കാണുന്നു. ഒരുപാട് ശ്രേഷ്ഠമായ സിദ്ധത്വം, ഒരുപാട് അഷ്ട ഐശ്വര്യ സിദ്ധികളുണ്ട്, ഗൗണസിദ്ധികളുണ്ട്, ക്ഷുദ്രസിദ്ധികളുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെയാണ് സാധാരണ മനുഷ്യരും സന്യാസിമാരും ഒക്കെ ആർജിക്കുന്നത്. ഈ ശരീരത്തിനെ കൂടുതൽ അഭ്യസിപ്പിച്ചു വയ്ക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതും സിദ്ധിവിശേഷങ്ങളാണ്. അപ്പോൾ അഷ്ടസിദ്ധികൾ, ഗൗണസിദ്ധികൾ, ക്ഷുദ്രസിദ്ധികൾ എന്നിങ്ങനെ 3 തരം സിദ്ധികൾ, അതിന് പല വശങ്ങളും, പല 1, 2, 3 എന്ന് പല ഉപവിഭാഗങ്ങൾ അത് തന്നെ പിരിച്ചെഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന ആളാണ് എന്നാണ് ഫലം. അങ്ങനെ സിദ്ധ വ്യക്തിയായിരുന്ന ആള്, സിദ്ധരായിരുന്ന ആളിൻ്റെ ശാപദോഷത്താൽ വന്നിരിക്കുന്ന ജന്മത്തിന്റെ ഫലം കാണിക്കുന്നു. ആദിത്യ കേതു യോഗത്തിലൂടെയും രാഹുവിൻ്റെ നിൽപ്പിലൂടെയും അതാണ് കാണുന്നത്. ജന്മത്തിൽ ആർജിച്ചിരുന്ന അനന്തസിദ്ധി വിശേഷങ്ങളൊന്നും ഈ ജന്മത്തിൽ പ്രായോഗികമല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ കഴിഞ്ഞതിൻ്റെ അങ്ങേ ജന്മങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം വരുന്നതെന്നും കൂടിയുണ്ട്. അതിൽ നിന്ന് താഴേക്ക് പതിച്ചിരിക്കുന്ന ഒരാളിൻ്റെ ഗ്രഹനിലയാണ്. ഈ ജന്മത്തിൽ സിദ്ധിവിശേഷങ്ങളെക്കാൾ ഉപരിയായിട്ട് ആത്മീയതയുടെ അനന്തതയിലേക്ക് പോകാനുള്ള യോഗവും ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ 2ാം ഭാവത്തിലെ ആദിത്യ കേതു യോഗം സാമ്പത്തിക പ്രശ്നങ്ങളോ കടബാധ്യതകളോ സാമ്പത്തിക നഷ്ടങ്ങൾ എത്രമാത്രം ഉണ്ടാക്കിയാൽ അങ്ങനെ, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് ദുഃഖിക്കേണ്ടി വരിക, എന്തെങ്കിലും കാര്യങ്ങൾ സമ്പത്ത് കൊണ്ടോ സ്വത്തുക്കൾ കൊണ്ടോ ദുഃഖമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ ഇല്ലായ്മയിലേക്ക് പോകും, അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് അതിലും അപ്പുറമുള്ള ദുഃഖങ്ങളിലേക്ക് പോകും. ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരാളിന്റെ ഗ്രഹനിലയാണ്. അത് സൂക്ഷ്മമായി നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ ഈ ചോദിച്ചതിന്റെ ഫലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും മറുപടി തരുന്നത്. ഈ ഗ്രഹനിലയുള്ള ആള്, എന്നോട് ഇത് ചോദിച്ചിരിക്കുന്ന ആള് മനസ്സിലാക്കേണ്ടത് അനന്തമായ സാധ്യതകളുമായി ജനിച്ചു മരിച്ചിട്ട് ഈ ജന്മം അതിലും താഴേക്ക് വന്ന് ജനിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും മോശം എന്നല്ല, എന്നാൽ അതിനെ അപേക്ഷിച്ച് കഴിഞ്ഞ ജന്മങ്ങളിലെ അപേക്ഷിച്ച് ഈ ജന്മത്തിൽ വളരെ പിന്നിലായി പോയിരിക്കുന്നു എന്നാണ് ഫലം. അതിനെ ആ ചെപ്പുകളൊക്കെ, മനസ്സിന്റെ ചെപ്പുകൾ, മനസ്സിന്റെ സാധ്യതകളാണ് സിദ്ധിയുടെ വിശേഷങ്ങളായിട്ട് വരുന്നത്. ആ സിദ്ധത്വം അന്തർമുഖമായിരിക്കുന്ന മനസ്സിന്റെ അനന്തതയിൽ ഉറങ്ങുന്നതായ സിദ്ധിവിശേഷങ്ങളെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അതിനെ ഉണർത്തിയെടുക്കുക. അതിനേക്കാൾ ഉപരി ആത്മബോധത്തിലേക്ക് പോകാനുള്ള വഴി തുറക്കുക. അതിനു വേണ്ടുന്ന ശ്രമം നടത്തുക. പിന്നെ ഈ ഗ്രഹനില അനുസരിച്ച് പഞ്ചഭൂത തത്വങ്ങളിൽ വായു തത്വം വളരെ കൂടുതലുള്ളയാളാണ്.
ഈ ഗ്രഹനിലയുടെ മെത്തേഡ്സ് ഞാൻ എങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ളത് ഞാനിപ്പോൾ വ്യക്തമാക്കുന്നില്ല. ഇതിൻ്റെ ഒരു ആകെത്തുകയാണ് പറയുന്നത്. പൂർവ്വജന്മത്തിൽ ഒരുപാട് യോഗ, ജപം, ധ്യാനം ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ജപമല്ല, യോഗ, പ്രാണായാമം, ധ്യാനം എന്നിവ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യോഗ പോലെയുള്ള മാർഷൽ ആർട്സും കൈകാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയണം. കാരണം വായു തത്വം ഇത്രമാത്രം ശരീരത്ത് ഉണ്ടാകണമെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്ത് കായികമായ സാധനങ്ങളിലൂടെ കടന്നു പോയിരുന്ന ആണ് കഴിഞ്ഞ ജന്മത്തിൽ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ വൈഭവം ഈ ജന്മത്തിൽ ഈ ശരീരത്തിലും നിലകൊള്ളുന്നതായിട്ട് കാണും. ഈ ഗ്രഹനിലയിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കുഴപ്പമുള്ളത്, ചൊവ്വയുടെ നിൽപ്പ് 6ാം ഭാവത്തിലേക്ക്, ലഗ്നാല് 6ലേക്ക് വന്നിരിക്കുന്നു. അത് ചന്ദ്രക്ഷേത്രത്തിലാണ്. അപ്പോൾ ഭൂമി തത്വം എപ്പോഴും കുറയാൻ സാധ്യതയുണ്ട്. ബോൺ ഡെൻസിറ്റി കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അസ്ഥിബലം കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചെരുപ്പിടാതെ ഭൂമിയിൽ നടക്കണം. മഴവെള്ളത്തിൽ ഇറങ്ങുക, മഴ നനയുക, ചെരുപ്പിടാതെ നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പുഴയിൽ മുങ്ങിക്കുളിക്കുക. ഇത്തരം കാര്യങ്ങളിലൂടെയെല്ലാം പഞ്ചഭൂത തത്വങ്ങളിൽ ഭൂമി തത്വത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം എന്നുള്ളതും കൂടിയുണ്ട്. ആ ഒരു കാര്യത്തിലൂടെ പൂർവ്വജന്മകൃതമായ സിദ്ധിവിശേഷങ്ങളും അന്ന് കുറച്ച് നേടിയതും ഈ ജന്മത്തിൽ വർദ്ധിപ്പിക്കേണ്ടതുമായ ആത്മബോധവും വർദ്ധിക്കാനും വർദ്ധിപ്പിച്ചെടുക്കാനും അതിലൂടെ കഴിയും. അപ്പോൾ ഭൂമി തത്വം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എർത്ത് കണ്ടന്റ് അതിന് വേണ്ടി ഭൂമിയിലേക്ക് സ്പർശിച്ച് നടക്കുന്ന, ചെരുപ്പിടാതെ നടക്കുക, തുറന്ന അന്തരീക്ഷത്തിലിരുന്ന് ധ്യാനം ചെയ്യുക, യോഗ പോലുള്ള യോഗയും മറ്റു മാർഷ്യൽ ആർട്സും ഒക്കെ ശീലിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. എന്തായാലും ഈ ജന്മത്തിൽ പലതും പൂർണ്ണമാകാൻ സാധ്യത വളരെ കുറവാണെന്ന് കാണുന്നു. പിന്നെ ഭൂമി തത്വത്തെ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക. അതിന് വേണ്ടത് ഏറ്റവും പ്രധാനം മണ്ണിൽ നേരിട്ട് വിളയുന്ന ധാന്യങ്ങൾ, മണ്ണിനടിയിൽ വിളയുന്നതുകൊണ്ട് കപ്പലണ്ടി പോലെയുള്ള ധാന്യങ്ങൾ മണ്ണിനടിയിലാണല്ലോ, തോടിനകത്ത് മണ്ണിനടിയിൽ വിളയുന്ന അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കഴിക്കുന്നത് അത്തരം എന്തൊക്കെയുണ്ടെന്ന് ചിന്തിക്കുക. അത് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ആദിത്യ കേതു യോഗമുള്ളത് കൊണ്ട് പൂർവ്വജന്മത്തിലെ സിദ്ധിവിശേഷങ്ങൾ ഉള്ള വ്യക്തി ജനിച്ചിരിക്കുന്നതും ഈ ജന്മത്തിൽ ജനിച്ചിരിക്കുന്ന കുടുംബത്തിന് വളരെ മുൻകാലത്ത് അത്ഭുതാവഹമായ ശ്രേഷ്ഠതകളൊക്കെ ഉണ്ടായിരുന്നവരുടെ പിൻഗാമിയായിട്ടാണ് താങ്കൾ ഇപ്പോൾ ജനിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വളരെ ശ്രേഷ്ഠ പാരമ്പര്യം ഇപ്പോൾ തൊട്ടു മുമ്പുള്ള തലമുറയ്ക്ക് ഉണ്ടാകണമെന്നില്ല. എന്ന് വെച്ചാൽ അത് തുടർന്നിരുന്ന അങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫലവും കാണും. അപ്പോൾ നിങ്ങളുടെ ഈ ജന്മത്തിൻ്റെ ശക്തി വിശേഷത്തിന് വേണ്ടിയും ആത്മബോധോദയത്തിന് വേണ്ടിയും ഈ ജന്മത്തിലെ പൂർവികരുടെ ഇതായ ആരാധനാമൂർത്തികളെ ആശ്രയിക്കുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ധ്യാനം, യോഗ, പ്രാണായാമം എന്നിവ ധാരാളം ചെയ്യുക. അങ്ങനെ അതിലൂടെ വളരെയേറെ ശ്രേഷ്ഠതയിലേക്ക് പോകും. ഇനി ഇതിൻ്റെ ശ്രേഷ്ഠത, ഇതിൻ്റെ ദോഷ പരിഹാരാർത്ഥം ഉപയോഗിക്കേണ്ട സമയം വളരെ കുറച്ചായിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫലപ്രദമായി പൂർവ്വജന്മ ദോഷം പരിഹരിക്കാനായി പറയുന്ന സമയത്ത് തന്നെ ചെയ്താൽ അത് കൂടുതൽ ഗുണകരമായിരിക്കും. ഏകദേശം 48 വയസ്സ് 11 മാസം 25 ദിവസം, 48 വയസ്സ് 11 മാസം ചില്ലറ ദിവസം എന്ന് പറയുമ്പോൾ 49 വയസ്സാകുന്നത് വരെയുള്ള സമയത്തിനുള്ളിൽ ഈ ജന്മത്തിൽ പൂർവ്വജന്മ സിദ്ധിവിശേഷങ്ങൾ ഉണരുന്നതിനും പൂർവ്വജന്മത്തിലെ എല്ലാം അങ്ങനെ ഉണർന്നാലും ഇല്ലെങ്കിലും അതിലൂടെ നേടിയെടുത്തിരിക്കുന്ന ഗുണങ്ങൾ ഈ ജന്മത്തിൽ ഫലപ്രദമാകുന്നതിനും പിന്നെ ഈ ജന്മത്തിൽ ബോധത്തിന്റെ അനന്ത സൂക്ഷ്മതയിലേക്ക് പോകാനുള്ള ദാർശനിക വഴിത്താറുകളെല്ലാം തുറന്നു കിട്ടുന്നതിനും വേണ്ടി പൂർവ്വജന്മ ദോഷ പരിഹാരാർത്ഥമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ആദിത്യ കേതു യോഗം വന്നിരിക്കുന്നത് കൊണ്ട് അതിനുള്ള ദേവതകളെ കുറിച്ച് നമ്മൾ പറയണം. ശൈവ വൈഷ്ണവ സമന്വയമാകുന്ന ദേവതകളെ ആരാധിക്കുക. അതിലൂടെ നമ്മളുടെ സാധ്യതകളെ, ത്രിഗുണാത്മകമായിരിക്കുന്ന ഭാവങ്ങളുടെ ആകെത്തുകയായിരിക്കുന്ന അതിനനുഗുണമായ ദേവതയെ ആരാധിച്ചിട്ടുണ്ട്. ഈ ത്രിഗുണങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അതിനെ സമീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി ശൈവ വൈഷ്ണവ സമന്വയങ്ങളാകുന്ന ദേവതകളെ ആരാധിക്കണം. കാലഭൈരവനെ പൂജിക്കുന്നത് ഉത്തമമായിരിക്കും. ഇതുകൊണ്ടൊക്കെ സാധ്യതകൾ കൂടും.
അടുത്ത ജന്മങ്ങളിൽ കൂടുതൽ പൂർണ്ണതയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ വന്നിരിക്കുന്ന അപരാധങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ദീർഘമായ കുറേയേറെ വിഷയങ്ങളാണ്. അതൊക്കെ അറിയുന്നത് വളരെ നന്നായിരിക്കും. ഇനി എന്ത് ചെയ്യണം എന്ന് പറയുന്നതിന് വേണ്ടി എന്നോട് ചോദിച്ചിരുന്ന ചോദ്യം മീനം രാശിയിൽ ലഗ്നാൽ 2 ആദിത്യനും കേതുവും കൂടെ നിൽക്കുന്നതിനെ കുറിച്ചാണ്. എന്നാൽ അതിൻ്റെ ഉത്തരം പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയാണ് മറ്റു ഫലങ്ങളും കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് വായിക്കുന്നത്. നമസ്കാരം.